ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. വീണ്ടും വരുന്നവനായ കർത്താവ് യേശുക്രിസ്തുവിന്റെ പവിത്രനാമത്തിൽ നിങ്ങൾക്ക് ഏവർക്കും എൻ്റെ സ്നേഹമാണ്. കഴിഞ്ഞ ഭാഗം 86 പ്രവൃത്തികൾ 13-ാം അധ്യായം വാക്യം 26 ദൈവവചനത്തിൻ്റെ മർമ്മങ്ങളെപ്പറ്റി നാം ധ്യാനിച്ചു. ഇന്ന് ഭാഗം 87 പ്രവൃത്തികൾ 13-ാം അധ്യായം 27-ാം വാക്യം മുതൽ 31-ാം വരെയുള്ള വാക്യങ്ങൾ നമുക്ക് ധ്യാനിക്കാം. 13-ന്റെ 27-28 വാക്യം പ്രകാരം നാം വായിക്കുന്നു. യെരുശലേം നിവാസികളും അവരുടെ പ്രമാണികൾ അവനെയോ ശബത്ത് തോറും വായിച്ചു വരുന്ന പ്രവാചകന്മാരുടെ വചനങ്ങളെയോ തിരിച്ചറിയാതെ അവനെ ശിക്ഷയ്ക്ക് വിധിക്കിയാൽ അവയ്ക്ക് നിവർത്തി വരുത്തി. മരണത്തിന് ഒരു ഹേതുവും കാണാഞ്ഞിട്ടും അവനെ കൊല്ലണമെന്ന് അവർ പീലാത്തോസിനോട് അപേക്ഷിച്ചു. അന്ത്യോക്യയിൽ എത്തി ശബത്ത് നാളിൽ പൗലോസ് അപ്പോസ്തലൻ പള്ളിയിൽ ചെന്ന് ഇസ്രായേൽ പുരുഷന്മാരും ദൈവഭക്തന്മാരും ആയുള്ളവരോട് വചനം പറയുന്നതായി നാം ധ്യാനിച്ചു. പൗലോസ് അപ്പോസ്തലൻ അവരോട് പറയുന്നു, അന്ന് യെരുശലേമിൽ വസിച്ചിരുന്ന യഹൂദന്മാരും അവരുടെ നേതാക്കന്മാരും പഴയ നിയമ പ്രവാചകന്മാർ പ്രവചിച്ച രക്ഷകനാണ് യേശുക്രിസ്തു എന്ന് അവർ വിശ്വസിക്കാതെയും മനസ്സിലാക്കാതെയും വരും. യേശുവിൻ്റെ മരണഹേതുവായതൊന്നും കാണാതിരുന്നിട്ടും യേശുവിനെ കൊല്ലണമെന്ന് അവർ വിധിച്ചു. തിരുവചനത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു, പീലാത്തോസ് യേശുക്രിസ്തുവിൽ യാതൊരു കുറ്റവും കാണുന്നില്ല. പക്ഷേ മഹാപുരോഹിതരും കൂടി വന്ന പുരുഷാരവും യേശുക്രിസ്തുവിൽ കുറ്റം ആരോപിച്ചതായി കാണുവാൻ സാധിക്കും. താഴെ പറയുന്ന വേദഭാഗങ്ങൾ അതിൻ്റെ തെളിവാണ്. ലൂക്കോസിന്റെ സുവിശേഷം 27:4 പറയുന്നു, പീലാത്തോസ് മഹാപുരോഹിതന്മാരോടും പുരുഷാരത്തോടും ഞാൻ ഈ മനുഷ്യനിൽ കുറ്റമൊന്നും കാണുന്നില്ല എന്ന് പറഞ്ഞു. അപ്രകാരം യോഹന്നാന്റെ സുവിശേഷം 18:38 നാം വായിക്കുന്നു, പീലാത്തോസ് അവനോട് സത്യം എന്നാൽ എന്ത് എന്ന് പറഞ്ഞു. പിന്നെയും യഹൂദന്മാരുടെ അടുക്കൽ പുറത്ത് ചെന്ന് അവരോട് ഞാൻ അവനിൽ ഒരു കുറ്റവും കാണുന്നില്ല. യോഹന്നാന്റെ സുവിശേഷം 19:4-6 വാക്യങ്ങളിൽ പ്രകാരം നാം വായിക്കുന്നു, പീലാത്തോസ് പിന്നെയും പുറത്തു വന്ന് ഞാൻ അവനിൽ ഒരു കുറ്റവും കാണുന്നില്ല എന്ന് നിങ്ങൾ അറിയേണ്ടതിന് അവനെ നിങ്ങളുടെ അടുക്കൽ ഇതാ പുറത്തു കൊണ്ടുവരുന്നു എന്ന് പറഞ്ഞു. മഹാപുരോഹിതന്മാരും സേവകരും അവനെ കണ്ടപ്പോൾ ക്രൂശിക്ക എന്ന് ആർത്തു വിളിച്ചു. പീലാത്തോസ് അവരോട് നിങ്ങൾ അവനെ കൊണ്ടുപോയി ക്രൂശിപ്പി, ഞാനോ അവനിൽ കുറ്റം കാണുന്നില്ല എന്ന് പറഞ്ഞു. ഇങ്ങനെ പ്രവാചകന്മാരിലൂടെ ദൈവം മുൻകണ്ട് വെളിപ്പെടുത്തിയ വചനം നിവൃത്തിയായി. ക്രൂശിൽ കർത്താവായ യേശു ക്രിസ്തുവിന്റെ വാക്കുകൾ ആ നിവൃത്തീകരണത്തിന്റെ ഉറപ്പാണ്. യോഹന്നാന്റെ സുവിശേഷം 19:28-30 വരെയുള്ള വാക്യങ്ങൾ നാം ഇപ്രകാരം വായിക്കുന്നു, അതിന്റെ ശേഷം സകലവും തികഞ്ഞിരിക്കുന്നു എന്ന് യേശു അറിഞ്ഞിട്ട് തിരുവെഴുത്ത് നിവൃത്തിയാകും വണ്ണം എനിക്ക് ദാഹിക്കുന്നു എന്ന് പറഞ്ഞു. അവിടെ പുളിച്ച വീഞ്ഞ് നിറഞ്ഞൊരു പാത്രം വെച്ചിട്ടുണ്ടായിരുന്നു. അവർ ഒരു സ്പോങ് പുളിച്ച വീഞ്ഞ് നിറച്ച് ഈസോപ്പ് തണ്ടിന്മേലാക്കി അവന്റെ വായോട് അടുപ്പിച്ചു. യേശു പുളിച്ച വീഞ്ഞ് കുടിച്ച ശേഷം നിവൃത്തിയായി എന്ന് പറഞ്ഞ് തല ചായ്ച്ചു ആത്മാവിനെ ഏൽപ്പിച്ചു കൊടുത്തു. അപ്രകാരം തിരുവചനം നിവർത്തിച്ചതായിട്ട് നമുക്ക് കാണാം. വാക്യം 13:29 നാം വായിക്കുന്ന, അവനെക്കുറിച്ച് എഴുതിയിരിക്കുന്നതൊക്കെയും തികച്ച ശേഷം അവർ അവനെ മരത്തിൽ നിറക്കി ഒരു കല്ലറയിൽ വെച്ചു. അവർ യേശുവിനെ ക്രൂശിൽ നിറക്കി കല്ലറയിൽ സംസ്കരിച്ചു. അരിമത്യയിലെ യോസഫും നിക്കോദോമോസും ചേർന്നാണ് ഇത് ചെയ്തത് എന്ന് തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അത് നമുക്ക് കാണുവാൻ സാധിക്കും. യോഹന്നാന്റെ സുവിശേഷം 19:38 മുതൽ 40 വരെയുള്ള വാക്യങ്ങൾ. അനന്തരം യഹൂദന്മാരെ പേടിച്ചിട്ട് രഹസ്യത്തിൽ യേശുവിൻ്റെ ഒരു ശിഷ്യനായിരുന്ന അരിമത്യയിലെ യോസഫ് യേശുവിൻ്റെ ശരീരം എടുത്തുകൊണ്ടു പോകുവാൻ പീലാത്തോസിനോട് അനുവാദം ചോദിച്ചു. പീലാത്തോസ് അനുവദിക്കിയാൽ അവൻ വന്ന് അവൻ്റെ ശരീരം എടുത്തു. ആദ്യം രാത്രിയിൽ അവൻ്റെ അടുക്കൽ വന്ന നിക്കോദോമോസും ഏകദേശം 100 റാത്തൽ മൂറും അകിലും കൊണ്ടുള്ള ഒരു കൂട്ട് കൊണ്ടുവന്ന് അവർ യേശുവിൻ്റെ ശരീരം എടുത്ത് യഹൂദന്മാർ ശവമടക്കുന്ന മര്യാദപ്രകാരം അതിനെ സുഗന്ധവർഗത്തോടുകൂടി ശീല പൊതിഞ്ഞു കെട്ടി. ഇനി പ്രവൃത്തിയുടെ പുസ്തകം 13-ാം അധ്യായം 30-31 വാക്യം നാം വായിക്കുന്നത്, ദൈവമോ അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു. അവൻ തന്നോടുകൂടെ ഗലീലയിൽ നിന്ന് യെരുശലേമിലേക്ക് വന്നവർക്ക് ഏറിയ ദിവസം പ്രത്യക്ഷനായി. അവരിപ്പോൾ ജനത്തിന്റെ മുമ്പാകെ അവന്റെ സാക്ഷികളാണ്.
പൗലോസ് അപ്പോസ്തലൻ അവരോട് ക്രിസ്തുവിന്റെ എഴുന്നേൽപ്പിനെ പറ്റി സാക്ഷീകരിക്കും. സർവശക്തനായ ദൈവം യേശുവിനെ മരണത്തിൽ നിന്നും ഉയർത്തെഴുന്നേൽപ്പിച്ചു. ആഴ്ചവട്ടത്തിന്റെ 1-ാം നാൾ സ്ത്രീകളും ശിഷ്യന്മാരും കല്ലറയ്ക്കൽ ചെന്നപ്പോൾ കല്ലറ വാതിൽ തുറന്നിരിക്കുന്നതായി കണ്ടു. അത് തുറന്നിരുന്നു. ദൂതന്മാർ അവരോട് പറഞ്ഞു, അവൻ ഇവിടെ ഇല്ല, അവൻ ഉയർത്തെഴുന്നേറ്റു. ലൂക്കോസ് സുവിശേഷം 24:6 നാം വായിക്കുന്നു, അവൻ ഇവിടെ ഇല്ല, ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്ന് രേഖപ്പെടുത്തി. ഇന്നും യേശുക്രിസ്തുവിനെ അടക്കിയിരുന്ന കല്ലറ തുറന്നു തന്നെ ഇരിക്കും. അവൻ എന്നേക്കുമായി ജീവിക്കും. നമ്മുടെ രക്ഷകൻ, മരണത്തെ ജയിച്ചവൻ, ഇന്നും ജീവിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ യേശുക്രിസ്തു സർവശക്തനാണ്. മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ ആ സർവശക്തന്റെ കൈവശമുണ്ട് എന്ന് പറഞ്ഞു. വെളിപ്പാട് പുസ്തകം 1:18 എഴുതുന്നു, ഞാൻ മരിച്ചവനായിരുന്നു, എന്നാൽ ഇതാ എന്നേക്കും ജീവിച്ചിരിക്കും. മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ എൻ്റെ കൈവശമുണ്ട്. യേശു അനേകർക്ക് താൻ ജീവിച്ചിരിക്കുന്നു എന്ന് തന്നെ തന്നെ പ്രത്യക്ഷനായി അവരുടെ വിശ്വാസത്തെ ഉറപ്പിച്ചതായിട്ട് തിരുവചനത്തിൽ നാം വായിക്കുന്നുണ്ട്. പ്രവൃത്തിയുടെ പുസ്തകം 1:2-3 വാക്യത്തിൽ അവൻ കഷ്ടം അനുഭവിച്ച ശേഷം 40 നാളോളം അവർക്ക് പ്രത്യക്ഷനായി ദൈവരാജ്യം സംബന്ധിച്ച കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് താൻ ജീവിച്ചിരിക്കുന്നുവെന്ന് അനേകം ദൃഷ്ടാന്തങ്ങളാൽ അവർക്ക് കാണിച്ചു കൊടുത്തു. അങ്ങനെ പുനർജീവിച്ച യേശുക്രിസ്തുവിനെ നേരിട്ട് കണ്ടവർ ജനത്തിന്റെ മുമ്പാകെ അവന്റെ സാക്ഷികളാകുന്നു എന്ന് വാക്യം 31 പറയുന്നു. പ്രവൃത്തികൾ 13:31 പറയുന്നു, അവൻ തന്നോടുകൂടെ ഗലീലയിൽ നിന്ന് യെരൂശലേമിലേക്ക് വന്നവർക്ക് ഏറിയ ദിവസം പ്രത്യക്ഷനായി. അവരിപ്പോൾ ജനത്തിന്റെ മുമ്പാകെ അവന്റെ സാക്ഷികളാണ്. കർത്താവിനെ കണ്ടവർ ഓരോരുത്തരും സാക്ഷികളായിത്തീർന്നു. യേശുക്രിസ്തു അവരോട് കൽപ്പിച്ചത് അവർ നിവർത്തിച്ചു. പ്രവൃത്തികളുടെ പുസ്തകം 1:8 എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദ്യയിലും എല്ലായിടവും ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോളവും എൻ്റെ സാക്ഷികളാകുമെന്ന് പറഞ്ഞു. ഒരു സാക്ഷി ഗ്രീക്കിൽ പറയുന്നത് മർത്തസ് എന്നതിന് പ്രവൃത്തി സാക്ഷ്യപ്പെടുത്തുന്ന ഒരുവൻ, അല്ലെങ്കിൽ വാക്കിനോട് സത്യസന്ധത പുലർത്തുന്നവൻ എന്നതാണ് അർത്ഥം. വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ജീവിതം കൊണ്ടും അത്യാവശ്യമെങ്കിൽ മരണം കൊണ്ടും ക്രിസ്തുവിന്റെ രക്ഷണ്യ പ്രവൃത്തികളെ ഉറപ്പിക്കുകയും സാക്ഷ്യപ്പെടുത്തുകയും ചെയ്യുന്നവരെ ക്രിസ്തീയ സാക്ഷികൾ എന്ന് പറയാം. ഇതിൽ താഴെ പറയുന്ന 7 തത്വങ്ങൾ അടങ്ങിയിരിക്കും. ക്രിസ്തീയ സാക്ഷ്യം ഒന്നാമതായിട്ട് എല്ലാ വിശ്വാസികളുടെയും കടപ്പാടാണ്. വിശ്വാസികളുടെ സാക്ഷി ജീവിതത്തെപ്പറ്റി തിരുവചനത്തിൽ പറഞ്ഞിരിക്കുന്നത് പ്രവൃത്തികൾ 1:8 പറയുന്നു, എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദ്യയിലും എല്ലായിടവും ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ സാക്ഷികളാകുമെന്ന് പറഞ്ഞു. മത്തായിയുടെ സുവിശേഷം 4:19 നാം ഇങ്ങനെ വായിക്കുന്നു, എൻ്റെ പിന്നാലെ വരുവീൻ, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കുമെന്ന് അവരോട് പറഞ്ഞു. മത്തായിയുടെ സുവിശേഷം 28:19-20 വാക്യങ്ങളിൽ പറയുന്നു, ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചു ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചുകൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവീൻ, ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ ഉണ്ട് എന്ന് അരുളിച്ചെയ്തു. രണ്ടാമതായിട്ട് ക്രിസ്തീയ സാക്ഷികൾക്ക് മിഷണറി മനോഭാവം ഉണ്ടായി. ദൈവത്തിൻ്റെ രക്ഷാപദ്ധതിയുടെ സാക്ഷ്യം വഹിച്ചുകൊണ്ട് എല്ലായിടത്തും ഭൂമിയുടെ അറ്റത്തോളവും പോകണം. തിരുവചനത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും, ആദിമ ദൈവസഭയിൽ ഉണ്ടായിരുന്ന സുശേഷണം ജാതികളുടെ ഇടയിൽ സുവിശേഷം ഘോഷിച്ച് ജീവനുള്ള സാക്ഷികളായി തീർന്നു എന്ന്. പ്രവൃത്തി 18 വഹിക്കുന്നു, അവർ ഇത് കേട്ടപ്പോൾ മിണ്ടാതിരുന്നു. അങ്ങനെ ആയാൽ ദൈവം ജാതികൾക്കും ജീവപ്രാപ്തി മാനസാന്തരം നൽകിയല്ലോ എന്ന് പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തി. പ്രവൃത്തി 13:2-4 വരെയുള്ള വാക്യങ്ങൾ വായിക്കുന്നു, അവർ കർത്താവിനെ ആരാധിച്ചും ഉപവസിച്ചും കൊണ്ടിരിക്കുമ്പോൾ ഞാൻ ബർന്നബാസിനെയും ശൗലിനെയും വിളിച്ചിരിക്കുന്ന വേലയ്ക്കായിട്ട് അവരെ എനിക്ക് വേർതിരിപ്പീൻ എന്ന് പരിശുദ്ധാത്മാവ് പറഞ്ഞു. അങ്ങനെ അവർ ഉപവസിച്ച് പ്രാർത്ഥിച്ച് അവരുടെ മേൽ കൈവച്ചു, അവരെ പറഞ്ഞയച്ചു. പരിശുദ്ധാത്മാവ് അവരെ പറഞ്ഞയച്ചിട്ട് അവർ സിലൂക്കിയയിലേക്ക് ചെന്ന് അവിടെ നിന്ന് കപ്പൽ കയറി കുപ്രോസ് ദ്വീപിലേക്ക് പോയി എന്ന് നാം വായിക്കും. പ്രവൃത്തികൾ 26:16-18 വരെ വാക്യങ്ങളിൽ, എങ്കിലും എഴുന്നേറ്റ് നിവർന്നു നിൽക്കാം, നീ എന്നെ കണ്ടതിനും ഞാൻ നിനക്ക് പ്രത്യക്ഷനാവാനിരിക്കുന്നതിനും നിന്നെ ശുശ്രൂഷകനും സാക്ഷിയുമായി നിയമിപ്പാൻ ഞാൻ നിനക്ക് പ്രത്യക്ഷനായി. ജനത്തിൻ്റെയും ജാതികളുടെയും കയ്യിൽ നിന്ന് ഞാൻ നിന്നെ രക്ഷിക്കും.
അവർക്ക് പാപമോചനവും എന്നുള്ള വിശ്വാസത്താൽ ശുദ്ധീകരിക്കപ്പെട്ടവരുടെ ഇടയിൽ അവകാശവും ലഭിക്കേണ്ടതിന് അവരുടെ കണ്ണു തുറപ്പാനും അവരെ ഇരുളിൽ നിന്ന് വെളിച്ചത്തിലേക്കും സാത്താന്റെ അധികാരത്തിൽ നിന്ന് ദൈവത്തിങ്കിലേക്ക് തിരിപ്പാനും ഞാൻ ഇപ്പോൾ നിന്നെ അവരുടെ അടുക്കൽ അയക്കുന്നു എന്ന് കൽപ്പിച്ചു. മത്തായി സുവിശേഷം 22:19-20 വാക്യങ്ങളിൽ, ആകയാൽ നിങ്ങൾ പുറപ്പെട്ടു പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചു. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുകയും ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ ഉണ്ട് എന്ന് അരുളിച്ചെയ്തു. അപ്രകാരം ലൂക്കോസ് സുവിശേഷം 24:47 വായിക്കുന്നു, അവന്റെ നാമത്തിൽ മാനസാന്തരവും പാവമോചനവും യെരൂശലേമിൽ തുടങ്ങി സകല ജാതികളിലും പ്രസംഗിക്കുകയും വേണമെന്നിങ്ങനെ എഴുതിയിരിക്കുന്നു. മൂന്നാമതായിട്ട്, ക്രിസ്തീയ സാക്ഷി പ്രാഥമികമായി ക്രിസ്തുവിന്റെ ജീവിതത്തിന്റെ അർത്ഥം, മരണം, ഉയർത്തെഴുന്നേൽപ്പ്, രക്ഷണ്യശക്തി, വാഗ്ദത്തം ചെയ്യപ്പെട്ട പരിശുദ്ധാത്മാവ് എന്നിവയെക്കുറിച്ച് സംസാരിക്കണം. പ്രവൃത്തികൾ 2:32, 38-39 വാക്യങ്ങൾ ഇപ്രകാരം എഴുതിയിരിക്കുന്നു, അതിന് ഞങ്ങളിൽ എല്ലാവരും സാക്ഷികളാണ്. പത്രോസ് അവരോട്, നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാവങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തൻ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പിക്കും. എന്നാൽ പരിശുദ്ധാത്മാവെന്ന ദാനം ലഭിക്കും. വാഗ്ദത്തം നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും നമ്മുടെ ദൈവമായ കർത്താവ് വിളിച്ചു വരുത്തുന്ന ദൂരസ്ഥരായ ഏവർക്കും ഉള്ളതല്ലോ എന്ന് പറഞ്ഞു. പ്രവൃത്തികൾ 3:15, അവനെ ദൈവം മരിച്ചവരിൽ നിന്ന് എഴുന്നേൽപ്പിച്ചു, അതിന് ഞങ്ങൾ സാക്ഷികളാകും. പ്രവൃത്തി 10:39-41 വരെയും 43 വാക്യങ്ങൾ പ്രകാരം പറയുന്നു, യഹൂദ്യ ദേശത്തിലും യെരൂശലേമിലും അവൻ ചെയ്ത സകലത്തിലും ഞങ്ങൾ സാക്ഷികളാണ്. അവനെ അവർ മരത്തിന്മേൽ തൂക്കിക്കൊന്നു. ദൈവം അവനെ 3-ാം നാൾ ഉയർത്തെഴുന്നേൽപ്പിച്ചു. സകല ജനത്തിനുമല്ല, ദൈവം മുൻകൂട്ടി നിയമിച്ച സാക്ഷികളായി അവൻ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ ശേഷം അവനോടുകൂടെ തിന്നുകുടിച്ചവരായ ഞങ്ങൾക്ക് തന്നെ പ്രത്യക്ഷനായി തന്നു. അവനിൽ വിശ്വസിക്കുന്ന ഏവനും അവന്റെ നാമം മൂലം പാപമോചനം ലഭിക്കുമെന്ന് സകല പ്രവാചകന്മാരും സാക്ഷ്യം പറയും. പ്രവൃത്തികൾ 18:5, സീലാസും തിമോഥെയോസും മക്കദോന്യയിൽ നിന്ന് വന്നാറേ പൗലോസ് വചനഘോഷണത്തിൽ ശുഷ്കാന്തി പൂണ്ട് യേശു തന്നെ ക്രിസ്തു എന്ന് യഹൂദന്മാർക്ക് സാക്ഷീകരിച്ചു. പ്രവൃത്തികൾ 26:16, എങ്കിലും എഴുന്നേറ്റ് നിവർന്നു നിൽക്കാൻ നീ എന്നെ കണ്ടതിനും ഇനി ഞാൻ നിനക്ക് പ്രത്യക്ഷനാവാനിരിക്കുന്നതും നിന്നെ ശുശ്രൂഷകനും സാക്ഷിയുമായി നിയമിക്കാൻ ഞാൻ നിനക്ക് പ്രത്യക്ഷനായി. 1 കൊരിന്ത്യർ 15:1-8 വരെയുള്ള വാക്യങ്ങളിൽ അപ്പോസ്തലൻ ഇപ്രകാരം എഴുതിയിരിക്കുന്നു, എന്നാൽ സഹോദരന്മാരെ, ഞാൻ നിങ്ങളോട് സുവിശേഷിച്ചതും നിങ്ങൾക്ക് ലഭിച്ചതും നിങ്ങൾ നിൽക്കുന്നതും നിങ്ങൾ വിശ്വസിച്ചതും വൃഥാവല്ലെന്ന് വരികിൽ നിങ്ങൾ രക്ഷിക്കപ്പെടുന്നതുമായ സുവിശേഷം നിങ്ങൾ പിടിച്ചുകൊണ്ടാൽ ഞാൻ ഇന്ന വിധം നിങ്ങളോട് സുവിശേഷിച്ചിരിക്കുന്നു എന്ന് നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവെഴുത്തുകളിൻ പ്രകാരം മരിച്ച് അടക്കപ്പെട്ടു, തിരുവെഴുത്തിൻ പ്രകാരം 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു, കേഫാവിനും പിന്നെ 12 പേർക്കും പ്രത്യക്ഷനായി എന്നിങ്ങനെ ഞാൻ ഗ്രഹിച്ചത് തന്നെ നിങ്ങൾക്ക് ആദ്യമായി ഏൽപ്പിച്ച് തന്നുവരും. അനന്തരം അവൻ 500-ൽ അധികം സഹോദരന്മാർക്ക് ഒരുമിച്ച് പ്രത്യക്ഷനായി. അവർ മിക്കപേരും ഇന്നുവരെ ജീവനോടിരിക്കുന്നു, ചിലരോ നിദ്ര പ്രാപിച്ചിരിക്കുന്നു. അനന്തരം അവൻ യാക്കോബിനും പിന്നെ അപ്പോസ്തലന്മാർക്ക് എല്ലാവർക്കും പ്രത്യക്ഷനായി. എല്ലാവർക്കും ഒടുവിൽ അകാലപ്രജ പോലെയുള്ള എനിക്കും പ്രത്യക്ഷനായി. 4-ാമതായിട്ട്, ക്രിസ്തീയ സാക്ഷിക്ക് പാപം, നിത്യരക്ഷ, നിത്യജീവൻ, നീതി, ന്യായവിധി എന്നിവ സംബന്ധിച്ച് ഉത്തമ ബോധമുണ്ടായിരിക്കും. പ്രവൃത്തികൾ 2:37-40 വരെയുള്ള വാക്യങ്ങളിൽ പറയുന്നു, ഇത് കേട്ടിട്ട് അവർ ഹൃദയത്തിൽ കുത്തുകൊണ്ട് പൗലോസിനോടും പത്രോസിനോടും ശേഷം അപ്പോസ്തലന്മാരോടും, സഹോദരന്മാരായ പുരുഷന്മാരെ, ഞങ്ങൾ എന്ത് ചെയ്യേണ്ടു എന്ന് ചോദിച്ചു. പത്രോസ് അവരോട്, നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാവങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തർ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽക്കും. എന്നാൽ പരിശുദ്ധാത്മാവെന്ന ദാനം ലഭിക്കും. വാഗ്ദത്തം നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും നമ്മുടെ ദൈവമായ കർത്താവ് വിളിച്ചു വരുത്തുന്ന ദൂരസ്ഥരായ ഏവർക്കും ഉള്ളതല്ലോ എന്ന് പറഞ്ഞു. മറ്റ് പല വാക്കുകളാലും അവൻ സാക്ഷ്യം പറഞ്ഞ് അവരെ പ്രബോധിപ്പിച്ചു. ഈ വക്രതയുള്ള തലമുറയിൽ നിന്ന് രക്ഷിക്കപ്പെടുവിൻ എന്നും പറഞ്ഞു. പ്രവൃത്തി 7:51-54 വരെയുള്ള വാക്യങ്ങളിൽ നാം വായിക്കുന്നു, ശാഠ്യക്കാരും ഹൃദയത്തിനും ചെവിക്കും പരിച്ഛേദനയില്ലാത്തവരുമായുള്ളവരെ, നിങ്ങളുടെ പിതാക്കന്മാരെ പോലെ തന്നെ നിങ്ങളും എല്ലായ്പ്പോഴും പരിശുദ്ധാത്മാവിനോട് മറുത്തു നിൽക്കും. പ്രവാചകന്മാരിൽ ഏവനെ നിങ്ങളുടെ പിതാക്കന്മാർ ഉപദ്രവിക്കാതിരുന്നിട്ടു. നീതിമാനായവന്റെ വരവിനെക്കുറിച്ച് മുൻ അറിയിച്ചവരെ അവർ കൊന്നുകളഞ്ഞു. അവന് നിങ്ങൾ ഇപ്പോൾ ദ്രോഹികളും കുലപാതകരും ആയിത്തീർന്നു.
നിങ്ങൾ ദൈവദൂതന്മാരുടെ നിയോഗങ്ങളായി ന്യായപ്രമാണം പ്രാപിച്ചു എങ്കിലും അത് പ്രമാണിച്ചിട്ടില്ല. ഇത് കേട്ടപ്പോൾ അവർ കോപപരവശരായി അവന്റെ നേരെ പല്ലുപിടിച്ചു. പ്രവൃത്തി 24-24 25 വാക്യങ്ങളിൽ നാം വായിക്കുന്നു, കുറെ നാൾ കഴിഞ്ഞിട്ട് ഫിലിക്സ് യഹൂദാശ്രീയായ തന്റെ ഭാര്യ ദ്രുസില്യായുമായി വന്നു പൗലോസിനെ വരുത്തി ക്രിസ്തുയേശുവിനുള്ള വിശ്വാസത്തെക്കുറിച്ച് അവന്റെ പ്രസംഗം കേട്ടു. എന്നാൽ അവൻ നീതി, ഇന്ദ്രജയം, വരുവാനുള്ള ന്യായവിധി എന്നിവയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഫെലിക്സ് ഭയപരവശനായി, തൽക്കാലം പോകാം, അവസരമുള്ളപ്പോൾ നിന്നെ വിളിപ്പിക്കാമെന്ന് പറഞ്ഞു. യോഹന്നാൻ 16:8-9 വാക്യം നാം വായിക്കുന്നു, അവൻ വന്ന പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തിന് ബോധം വരുത്തും. അവർ എന്നിൽ വിശ്വസിക്കായകൊണ്ട് പാപത്തെക്കുറിച്ചും. ബോധം വരുത്തുന്ന ആത്മാവിന്റെ ശുശ്രൂഷ 3 മേഖലകളിലായിട്ട് നമുക്ക് കാണാം. ഒന്ന്, പാപം. പരിശുദ്ധാത്മാവ് പാപത്തെ വെളിപ്പെടുത്തുകയും അവിശ്വാസത്തെ ശാസിക്കുകയും ചെയ്യും. പാപത്തിന് പാപക്ഷമ ആവശ്യമാണെന്നുള്ള ഒരു അവബോധം മനുഷ്യരിൽ ഉളവാക്കും. പാപി പാപത്തിൽ തന്നെ തുടരുന്ന പക്ഷം അതിൻ്റെ ഭയങ്കരമായ ഭവിഷ്യത്തുകളെ കുറിച്ച് ബോധ്യം വരുത്തും. പാപബോധത്തിന് ശേഷം ഒരു യഥാർത്ഥ മാനസാന്തരത്തിലേക്ക് ഒരുവനെ നയിക്കും. യേശുവിനെ കർത്താവും രക്ഷിതാവുമായി അംഗീകരിക്കും. പ്രവൃത്തികൾ 2:37-38 നമ്മൾ പ്രകാരം വായിക്കുന്നു, ഇത് കേട്ടിട്ട് അവർ ഹൃദയത്തിൽ കുത്തുകൊണ്ട് പത്രോസിനോടും ശേഷപ്പസ്തന്മാരോടും സഹോദരന്മാരെ, പുരുഷന്മാരെ, നിങ്ങൾ എന്ത് ചെയ്യേണ്ടു എന്ന് ചോദിച്ചു. പത്രോസ് അവരോട്, നിങ്ങൾ മാനസാന്തരപ്പെട്ടു നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായ ഓരോരുത്തരും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനം ഏൽപ്പി, എന്നാൽ പരിശുദ്ധാത്മാവെന്ന ദാനം ലഭിക്കും. രണ്ടാമതായിട്ട് നീതി. യേശു ദൈവത്തിന്റെ നീതിമാനായ പുത്രൻ ആകുന്നു എന്ന് പരിശുദ്ധാത്മാവ് മനുഷ്യന് ബോധ്യം വരുത്തും. യേശുക്രിസ്തു മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു എന്നും ഇപ്പോൾ സകലത്തിനും കർത്താവാകുന്നു എന്നും ക്രിസ്തുവിൽ ദൈവത്തിന്റെ നീതിയുടെ മാനദണ്ഡം എന്താകുന്നു എന്നും പരിശുദ്ധാത്മാവ് അവരെ അറിയിക്കും. പാപം എന്താണ് എന്ന തിരിച്ചറിവ് നൽകുകയും ലോകത്തെ ജയിക്കുവാനുള്ള ആത്മീയ ശക്തി നൽകുകയും ചെയ്യും. 1 പത്രോസ് 3:18 ക്രിസ്തു നമ്മെ ദൈവത്തോട് അടുപ്പിക്കേണ്ടതിന് നീതിമാനായി നീതികെട്ടവർക്ക് വേണ്ടി പാപം നിമിത്തം ഒരിക്കൽ കഷ്ടമനുഭവിച്ച് ജഡത്തിൽ മരണശിക്ഷ ഏൽക്കുകയും ആത്മാവിൽ ജീവിപ്പിക്കപ്പെടുകയും ചെയ്തു. മൂന്നാമതായിട്ട് ന്യായവിധി. പരിശുദ്ധാത്മാവ് ക്രൂശിൽ സാത്താന്റെ തോൽവിയെക്കുറിച്ച് ജനത്തിന് ബോധ്യം വരുത്തും. യോഹന്നാൻ 12:31 ഇപ്പോൾ ഈ ലോകത്തിന്റെ ന്യായവിധി ആകും. ഇപ്പോൾ ഈ ലോകത്തിന്റെ പ്രഭു പുറത്ത് തള്ളിക്കളയും. യോഹന്നാൻ 16:11 നീതിയെക്കുറിച്ചും ഈ ലോകത്തിന്റെ പ്രഭു വിധിക്കപ്പെട്ടിരിക്കൊണ്ട് ന്യായവിധിയെക്കുറിച്ചും തന്നെ. ദൈവം ലോകത്തെ ന്യായം വിധിക്കുന്നതും മാനുഷികമായ പ്രവൃത്തി ദോഷം കൊണ്ട് തന്നെയാണ്. ചെയ്യേണ്ടവയെ ചെയ്യാതെ, ചെയ്യേണ്ടാത്തവയെ ചെയ്യുന്ന മാനുഷ്യ ചെയ്തികൾ അതിന് കാരണമായി തീരുന്നു. തിരുവചനം ഇപ്രകാരം പറയുന്നു, റോമാലേഖനം 1:18-32 വരെ, അനീതി കൊണ്ട് സത്യത്തെ തടുക്കുന്ന മനുഷ്യരുടെ സകല അഭക്തിക്കും അനീതിക്കും നേരെ ദൈവത്തിന്റെ കോപം സ്വർഗത്തിൽ നിന്ന് വെളിപ്പെടും. ദൈവത്തെക്കുറിച്ച് അറിയാകുന്നത് അവർക്ക് വെളിവായിരിക്കും. ദൈവം അവർക്ക് വെളിവാക്കിയാൽ അവന്റെ നിത്യശക്തിയും ദൈവത്വമായി അവന്റെ അദൃശ്യ ലക്ഷണങ്ങൾ ലോക സൃഷ്ടി മുതൽ അവന്റെ പ്രവൃത്തികളാൽ ബുദ്ധിക്ക് തെളിവായി വെളിപ്പെട്ടു വരുന്നു. അവർക്ക് പ്രതിവാദമില്ലാതിരിക്കേണ്ടതിന് തന്നെ അവർ ദൈവത്തെ അറിഞ്ഞിട്ടും അവനെ ദൈവമെന്ന് കണ്ട് മഹത്വീകരിക്കുകയോ നന്ദി കാണിക്കുകയോ ചെയ്യാതെ തങ്ങളുടെ നിരൂപണങ്ങളിൽ വ്യർത്ഥരായിത്തീർന്നു. അവരുടെ വിവേകമില്ലാത്ത ഹൃദയം ഇരുണ്ടുപോയി. ജ്ഞാനികൾ എന്ന് പറഞ്ഞുകൊണ്ട് അവർ മൂഢരായിപ്പോയി. അക്ഷയനായ ദൈവത്തിന്റെ തേജസ്സിനെ അവർ ക്ഷയമുള്ള മനുഷ്യൻ, പക്ഷി, നാൽക്കാലി, ഇഴജാതി എന്നിവയുടെ രൂപസാദൃശ്യമാക്കി മാറ്റിക്കളയും. അതുകൊണ്ട് ദൈവം അവരെ തങ്ങളുടെ ഹൃദയങ്ങളിലെ മോഹങ്ങളിൽ സ്വന്തം ശരീരങ്ങളെ തമ്മിൽ അവമാനിക്കേണ്ടതിന് അശുദ്ധിയിൽ ഏൽപ്പിച്ചു. ദൈവത്തിന്റെ സത്യം അവർ വ്യാജമാക്കി മാറ്റിക്കളഞ്ഞു. സൃഷ്ടിച്ചവനേക്കാൾ സൃഷ്ടിയെ ഭജിച്ചു, ആരാധിച്ചു. അവൻ എന്നേക്കും വാഴ്ത്തപ്പെട്ടവൻ. ആമേൻ. അതുകൊണ്ട് ദൈവം അവരെ അവമാനരാഗങ്ങളിൽ ഏൽപ്പിച്ചു. അവരുടെ സ്ത്രീകൾ സ്വാഭാവിക ഭോഗത്തെ സ്വഭാവവിരുദ്ധമാക്കി കളഞ്ഞു. ഔവണ്ണം പുരുഷന്മാരും സ്ത്രീഭോഗം വിട്ട് അന്യോന്യം കാമം ജ്വലിച്ച് ആണോടാൺ അവലക്ഷണമായത് പ്രവർത്തിച്ചു.
ഇങ്ങനെ അവർ തങ്ങളുടെ വിഭ്രമത്തിന് യോഗ്യമായ പ്രതിഫലം തങ്ങളിൽ തന്നെ പ്രാപിച്ചു. ദൈവത്തെ പരിജ്ഞാനത്തിൽ ധരിപ്പാൻ ഇഷ്ടമില്ലാത്തതിന് തക്കവണ്ണം ദൈവം അവരെ ഉചിതം അല്ലാത്തതിന് ചെയ്യുവാൻ നികൃഷ്ട ബുദ്ധിയിൽ ഏൽപ്പിച്ചു. അവർ സകല അനീതിയും ദുഷ്ടതയും അത്യാഗ്രഹവും ദുർബുദ്ധിയും നിറഞ്ഞു. അസൂയ, കുല, പിണക്കം, കപടം, ദുർശീലം എന്നിവ തിങ്ങിയവർ, കുരളക്കാർ, ഏഷണിക്കാർ, ദൈവദ്വേഷികൾ, നിഷ്ഠൂരന്മാർ, ഗർവിഷ്ഠന്മാർ, ആത്മപ്രശംസക്കാർ, പുതുദോഷം സങ്കല്പിക്കുന്നു, മാതാപിതാക്കളെ അനുസരിക്കാത്തവർ, ബുദ്ധിഹീനർ, നിയമലംഘികൾ, വാത്സല്യമില്ലാത്തവർ, കനിവറ്റവർ, ഈ വക പ്രവർത്തിക്കുന്നവർ മരണയോഗ്യർ എന്നുള്ള ദൈവ ന്യായം അവർ അറിഞ്ഞിട്ടും അവയെ പ്രവർത്തിക്കുക മാത്രമല്ല, പ്രവർത്തിക്കുന്നവരിൽ പ്രസാദിക്കുകയും ചെയ്യുന്നു. സകല മനുഷ്യവർഗത്തെയും ഭാവിയിൽ ന്യായം വിധിക്കുന്നതും ലോകത്തെ അറിയിക്കും പരിശുദ്ധാത്മാവ്. മത്തായിവിശേഷം 16:27 മനുഷ്യപുത്രൻ തൻ്റെ പിതാവിൻ്റെ മഹത്വത്തിൽ തൻ്റെ ദൂതന്മാരുമായി വരും. അപ്പോൾ അവൻ ഓരോരുത്തരും അവനവൻ്റെ പ്രവർത്തിക്ക് തക്കവണ്ണം പകരം നൽകും. പ്രവൃത്തി 17:31 നാം വായിക്കുന്നു, താൻ നിയമിച്ച പുരുഷൻ മുഖാന്തരം ലോകത്തെ നീതിയിൽ ന്യായം വിധിപ്പാൻ അവൻ ഒരു ദിവസത്തെ നിശ്ചയിച്ചു. അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചതിനാൽ എല്ലാവർക്കും അതിനെ ഉറപ്പിച്ചു നൽകിയുമിരിക്കും. പ്രവൃത്തിയിൽ 24:25 നമുക്ക് വായിക്കാം, എന്നാൽ അവൻ നീതി, ഇന്ദ്രിയജയം, വരുവാനുള്ള ന്യായവിധി എന്നിവയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഫെലിക്സ് ഭയപരവശനായി തൽക്കാലം പോകാം, അവസരമുള്ളപ്പോൾ നിന്നെ വിളിപ്പിക്കാമെന്ന് പറഞ്ഞു. റോമാലേഖനം 14:10 എന്നാൽ നീ സഹോദരനെ വിധിക്കുന്നത് എന്ത്? അല്ല, നീ സഹോദരനെ ധിക്കരിക്കുന്നത് എന്ത്? നാം എല്ലാവരും ദൈവത്തിൻ്റെ ന്യായാസനത്തിന് മുമ്പാകെ നിൽക്കേണ്ടി വരും. 1 കൊരിന്ത്യർ 6:2 വിശുദ്ധന്മാർ ലോകത്തെ വിധിക്കും എന്നറിയുന്നില്ലയോ? ലോകത്തെ നിങ്ങൾ വിധിക്കുമെങ്കിൽ ഏറ്റവും ചെറിയ സംഗതികളെ വിധിപ്പാൻ നിങ്ങൾ അയോഗ്യരും. 2 കൊരിന്ത്യർ 5:10 അവനവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിന് മുമ്പാകെ വെളിപ്പെടേണ്ടതാകും. യൂദാ പറയുന്നു 15-ാം വാക്യത്തിൽ, ഇതാ കർത്താവ് എല്ലാവരെയും വിധിപ്പാനും അവർ അഭക്തിയോട് ചെയ്ത ഭക്തിവിരുദ്ധമായ സകല പ്രവൃത്തികളും നിമിത്തം ഭക്തികെട്ട പാപികൾ തൻ്റെ നേരെ പറഞ്ഞ സകല നിഷ്ഠൂരങ്ങളും നിമിത്തവും ഭക്തികെട്ടവരെയൊക്കെയും ബോധം വരുത്തുവാനും 1000 വിശുദ്ധന്മാരോടുകൂടെ വന്നിരിക്കുന്നു എന്ന് പ്രവചിച്ചു. ഇങ്ങനെയുള്ള സാക്ഷികളിലൂടെ ജനം രക്ഷണ്യ വിശ്വാസത്തിലേക്ക് കടന്നു വരും. പ്രവൃത്തികൾ 2:41 അവൻ്റെ വാക്ക് കൈക്കൊണ്ടവർ സ്നാനമേറ്റു, അന്ന് 3000-ഓളം പേർ അവരോട് ചേർന്നു. പ്രവൃത്തി 4:33 സകലവും അവർക്ക് പൊതുവായിരുന്നു. അപ്പോസ്തലന്മാർ മഹാശക്തിയോടെ കർത്താവായ യേശുവിൻ്റെ പുനരുത്ഥാനത്തിന് സാക്ഷ്യം പറഞ്ഞു. എല്ലാവരും ധാരാളം കൃപ ലഭിച്ചു. പ്രവൃത്തി 6:7 ദൈവവചനം പരന്നു. യെരുശലേമിൽ ശിഷ്യന്മാരുടെ എണ്ണം ഏറ്റവും പെരുകി. പുരോഹിതന്മാരിലും വലിയൊരു കൂട്ടം വിശ്വാസത്തിന് അധീനരായി. പ്രവൃത്തികൾ 11:21 നാം വായിക്കുന്നു, കർത്താവിൻ്റെ കൈ അവരോട് കൂടെ ഉണ്ടായിരുന്നു, വലിയൊരു കൂട്ടം വിശ്വസിച്ചു, കർത്താവിലേക്ക് തിരിഞ്ഞു. 5-ാമതായിട്ട് ക്രിസ്തീയ സാക്ഷികൾക്ക് പലപ്പോഴും കഷ്ടത സഹിക്കേണ്ടതായി വരും. അതിന് തയ്യാറുള്ളവരായിരിക്കും. സ്തേഫാനോസിനെ പോലെയും അപ്പോസ്തലന്മാരെയും പോലെയും. പ്രവൃത്തികൾ 7:57-60 വരെ വായിക്കുന്നു, അവർ ഉറക്കെ നിലവിളിച്ചു, ചെവി പൊത്തിക്കൊണ്ട് ഒന്നിച്ച് അവൻ്റെ നേരെ പാഞ്ഞു ചെന്നു, അവനെ നഗരത്തിൽ നിന്ന് തള്ളി പുറത്താക്കി കല്ലെറിഞ്ഞു. സാക്ഷികൾ തങ്ങളുടെ വസ്ത്രം ശൗൽ എന്നു പേരുള്ള ഒരു ബാല്യക്കാരൻ്റെ കാൽക്കൽ വെച്ചു. കർത്താവ് യേശുവേ, എൻ്റെ ആത്മാവിനെ കൈക്കൊള്ളണമേ എന്ന് സ്തേഫാനോസ് വിളിച്ചപേക്ഷിക്കുകയും അവർ അവനെ കല്ലെറിഞ്ഞു. അവനോ മുട്ടുകുത്തി, കർത്താവെ, അവർക്ക് ഈ പാപം നിർത്തരുത് എന്ന് ഉച്ചത്തിൽ നിലവിളിച്ചു. ഇത് പറഞ്ഞിട്ട് അവൻ നിദ്ര പ്രാപിച്ചു. പ്രവൃത്തികൾ 22:20 നിന്റെ സാക്ഷിയായ സ്തേഫാനോസിന്റെ രക്തം ചൊരിഞ്ഞപ്പോൾ ഞാനും സമ്മതിച്ചു, അരികെ നിന്ന് അവനെ കൊല്ലുന്നവരുടെ വസ്ത്രം കാത്തുകൊണ്ടിരുന്നു എന്നും അവർ അറിയുന്നുവല്ലോ എന്ന് പൗലോസ് അപ്പോസ്തലൻ ഒരിക്കൽ പറയുകയുണ്ടായി. 2 കൊരിന്ത്യർ 11:23-29 പറയുന്നു, ക്രിസ്തുവിന്റെ സൂക്ഷക്കാരവും ഞാൻ ബുദ്ധിപരമായി സംസാരിക്കുന്നു. ഞാൻ ഏറ്റവും അധികം അധ്വാനിച്ചു, അധികം പ്രാവശ്യം തടവിലായി, അനവധി അടികൊണ്ടു, പലപ്പോഴും പ്രാണഭയത്തിലായി. യഹൂദരാൽ ഞാൻ 1 കുറേ 40 അടി 5 വട്ടം കൊണ്ടു. 3 വട്ടം കോലിനാൽ അടികൊണ്ടു, ഒരിക്കൽ കല്ലേറുകൊണ്ടു, 3 വട്ടം കപ്പൽ ഛേദത്തിൽ അകപ്പെട്ടു, ഒരു രാപകൽ വെള്ളത്തിൽ കഴിച്ചു. ഞാൻ പലപ്പോഴും യാത്ര ചെയ്തു. നദികളിലെ ആപത്ത്, കള്ളന്മാരാലുള്ള ആപത്ത്, സ്വജനത്താലുള്ള ആപത്ത്, ജാതികളാലുള്ള ആപത്ത്, പട്ടണത്തിലെ ആപത്ത്, കാട്ടിലെ ആപത്ത്, കടലിലെ ആപത്ത്, കള്ളസഹോദരന്മാരാലുള്ള ആപത്ത്, അധ്വാനം, പ്രയാസം, പലവട്ടം ഉറക്കളപ്പ്, പൈതാഹം,
പലവട്ടം പട്ടിണി, ശീതം, നഗ്നത എന്നീ അസാധാരണ സംഗതികൾ ഭവിച്ചത് കൂടാതെ എനിക്ക് ദിവസേന സർവ്വസഭകളെയും കുറിച്ചുള്ള ചിന്താഭാരം എന്ന തിരക്കും. ആർ ബലഹീനായിട്ട് ഞാൻ ബലഹീനാകാതെ ഇരിക്കുന്നു, ആർ ഇടറിപ്പോയിട്ട് ഞാൻ അഴലാതിരിക്കും. ഗ്രീക്കിൽ മാർട്ടസ് എന്ന പദത്തിൽ നിന്നുമാണ് രക്തസാക്ഷി എന്ന പദം ഉണ്ടായിരിക്കും. അതിന് വലിയ വിലയുണ്ട്. ശിഷ്യത്വത്തിൽ ആ സമർപ്പണം എപ്പോഴും ഉൾക്കൊണ്ടിരിക്കണം. ആറാമതായിട്ട്, ക്രിസ്തീയ സാക്ഷ്യത്തെ തുടർന്ന് ലോകത്തിൽ നിന്നുള്ള വേർപാട്, നീതിയുള്ള ജീവിതം, പരിശുദ്ധാത്മാവിൽ തീവ്രമായ ആശ്രയം എന്നിവ ഉണ്ടായിരിക്കും. അത് പരിശുദ്ധാത്മാവിൻ്റെയും ശക്തിയുടെയും വെളിപ്പെടലിന് കാരണമായിത്തീരും. പ്രവൃത്തി 2:40, മറ്റ് പല വാക്കുകളാലും അവൻ സാക്ഷ്യം പറഞ്ഞു അവരെ പ്രബോധിപ്പിച്ചു, ഈ വക്രതയുള്ള തലമുറയിൽ നിന്ന് രക്ഷിക്കപ്പെടുവീൻ എന്ന് പറഞ്ഞു. പ്രവൃത്തികൾ 4:29-33 വാക്യങ്ങൾ വായിക്കുന്ന, ഇപ്പോഴോ കർത്താവേ, അവരുടെ ഭീഷണികളെ നോക്കണം, സൗഖ്യമാക്കുവാൻ നിന്റെ കൈ നീട്ടുന്നതിനാലും നിന്റെ പരിശുദ്ധദാസനായ യേശുവിൻ്റെ നാമത്തിൽ അടയാളങ്ങളും അത്ഭുതങ്ങളും ഉണ്ടാകുന്നതിനാലും നിന്റെ വചനം പൂർണ്ണ ധൈര്യത്തോടും കൂടെ പ്രസ്താവിപ്പാൻ നിന്റെ ദാസന്മാർ കൃപ നൽകണം. ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ അവർ കൂടിയിരുന്ന സ്ഥലം കുലുങ്ങി എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ദൈവവചനം ധൈര്യത്തോടെ പ്രസ്താവിച്ചു. വിശ്വസിച്ചവരുടെ കൂട്ടം ഏക ഹൃദയവും ഏക മനസ്സുമുള്ളവരായി. തനിക്കുള്ളതൊന്നും സ്വന്തമെന്ന് ആരും പറഞ്ഞു, സകലവും അവർക്ക് പൊതുവായി. അപ്പോസ്തലന്മാർ മഹാശക്തിയോട് കർത്താവായ യേശുവിൻ്റെ പുനരുത്ഥാനത്തിന് സാക്ഷ്യം പറഞ്ഞു വന്നു. എല്ലാവരും ധാരാളം കൃപ ലഭിച്ചു. 1 കൊരിന്ത്യർ 2:4 പറയുന്നു, നിങ്ങളുടെ വിശ്വാസത്തിന് മനുഷ്യരുടെ ജ്ഞാനമല്ല ദൈവത്തിൻ്റെ ശക്തി തന്നെ ആധാരമായിരിക്കേണ്ടതിന് എന്ന്. ഏഴാമതായിട്ട്, ക്രിസ്തീയ സാക്ഷി പ്രവാചകനും ശക്തീകരിക്കപ്പെട്ടവനും പരിശുദ്ധാത്മാവിനാൽ ഉത്തേജിക്കപ്പെട്ടവനുമായിരിക്കണം. പ്രവൃത്തികൾ 2:17 പറയുന്നു, അന്ത്യകാലത്ത് ഞാൻ സകല ജഡത്തിന്മേലും എൻ്റെ ആത്മാവിനെ പകരും. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും, നിങ്ങളുടെ യൗവനക്കാർ ദർശനങ്ങൾ ദർശിക്കും, നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും. പ്രവൃത്തി 1:8 പറയുന്നു, എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരുശലേമിലും യഹൂദിയയിൽ എല്ലായിടവും ശമരിയിലും ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ സാക്ഷികളാകുമെന്ന് പറഞ്ഞു. പ്രവൃത്തികൾ 2:4, എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ആത്മാവ് അവർക്ക് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അന്യഭാഷകളിൽ സംസാരിച്ചു. പ്രവൃത്തികൾ 4:8, പത്രോസ് പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി അവരോട് പറഞ്ഞത്, ജനത്തിൻ്റെ പ്രമാണികളും മൂപ്പന്മാരുമായുള്ളവരെ കേൾപ്പിക്കും. ഇങ്ങനെ പരിശുദ്ധാത്മാവിൻ്റെ വരവിനോട് ഉണ്ടായ വ്യതിയാനം അവർ കർത്താവിൻ്റെ യഥാർത്ഥ സാക്ഷികളായിട്ട് തീരുക എന്നുള്ള അവസ്ഥയിലേക്ക് അവർ മാറ്റപ്പെടും. 2000 ചില്വാനം വർഷമായിട്ട് ഈ സാക്ഷ്യം ലോകത്തിൽ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ടിരിക്കും. ഒരു അന്ത്യമുണ്ട് ഒരു ദിവസത്തിൽ. കർത്താവ് പറഞ്ഞു, ഞാൻ വീണ്ടും വരും, ഞാൻ വേഗം വരും. പക്ഷേ ആ ദിവസം പിതാവ് മാത്രം അറിയും, ആ നാഴിക. അതുവരെ ഈ സാക്ഷ്യം മറ്റുള്ളവരിലേക്ക് എത്തിക്കുക, മറ്റുള്ളവരെയും ഈ രക്ഷയുടെ അനുഭവം അറിയിക്കുക, ദൈവഹിതത്തെ മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുക. ഓരോ ക്രിസ്ത്യാനിയുടെയും ഉത്തരവാദിത്വം. വിശ്വസിക്കുന്നവനും ആ ദിവ്യ സാക്ഷ്യത്തിന് അംശികളായിത്തീരും. ഇന്ന് പലയിടത്തും അക്രമവും അനീതിയും ഒക്കെ നടക്കുമ്പോൾ പതറിപ്പോവുകയാണ്. വിശ്വാസത്തിൽ ബലപ്പെടണം. നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും, ക്രിസ്തീയ വ്യക്തികളെ ഉപദ്രവിക്കാൻ വരുമ്പോൾ അവർ നിശബ്ദമായി നിന്ന് അത് സഹിക്കുന്നതായിട്ട് നമുക്ക് കാണാം. അപ്പോസ്തലന്മാരുടെ ജീവിതമൊക്കെ അതാണ്. അവർ നിശബ്ദമായി സാക്ഷ്യം, ദൈവത്തിൻ്റെ സ്നേഹത്തെ പകർന്നു കൊടുത്തു. വിദ്വേഷത്തിന് പകരം വിദ്വേഷമല്ല, ആശ്വാസം പകരുന്ന ആത്മാക്കളായിട്ട്, ദൈവത്തെ യഥാർത്ഥത്തിൽ സാക്ഷിക്കുന്ന വ്യക്തിത്വങ്ങളായിട്ട് ക്രിസ്തീയ ജീവിതമായിത്തീരും. അങ്ങനെ ആയിരിക്കണം ക്രിസ്തീയ സാക്ഷി. പതറിപ്പോകുന്നവരായിട്ടില്ല, അവിശ്വാസികളായിട്ടും ക്രിസ്തുവിൻ്റെ ജീവനുള്ള സാക്ഷികളായി നിലനിൽപ്പാൻ നമ്മളെ ഓരോരുത്തരെയും ദൈവം സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. വചനം കേൾക്കുക മാത്രമല്ലാതെ ഉൾക്കൊണ്ടുകൊണ്ട് സ്വന്തം ജീവിതത്തിൽ യാഥാർത്ഥ്യമാക്കുവാൻ ശ്രമിക്കുക. നിങ്ങളെല്ലാം ദൈവം